അവിടെ നായിന്റെ മോനെ നരേന്ദ്രമോദിയെ മൈര എന്റെ തല ഇറക്കടാ. കള്ള പൊലയാടി മോനെ, എന്റെ തല വെട്ടടാ. വെള്ളിയാഴ്ച ദിവസം എന്റെ തല വെട്ടിരിക്കടാ നായിന്റെ മോനെ മൈര. എല്ലാവർക്കും നമസ്തേ. ഇത് നല്ല പച്ച മലയാളത്തിൽ പ്രധാനമന്ത്രിയുടെ തലയറക്കും എന്ന് പറഞ്ഞ് ഒരു തീവ്രവാദി ഇട്ട പോസ്റ്റാണ്. മലയാളത്തിലാണ് ഇയാൾ പറയുന്നത് എന്നതുകൊണ്ട് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാം ഇയാൾ ഒരു കേരളീയനാണ്, മലയാളിയാണ്. നമ്മുടെ കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്നും നമ്മൾക്കിതിൽ നിന്നും മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ ഇത് പറയാൻ കാരണം, പ്രധാനമന്ത്രിയുടെ തലയറക്കും എന്ന് വ്യക്തമായി ഇയാൾ വിളിച്ചു പറഞ്ഞിട്ട് നമ്മുടെ കേരളം ഭരിക്കുന്ന UDF സർക്കാർ, അതിൻ്റെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇയാൾക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് അറിയാൻ ഈ നാട്ടിലെ ഓരോ പൗരനും, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തർക്കും അധികാരമുണ്ട്, അവകാശമുണ്ട്, ആഗ്രഹമുണ്ട്. ഇത്രയും പറയാൻ കാരണം, 2-3 ദിവസം മുമ്പ് ഒരു വാർത്ത വന്നിരുന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വിമർശിച്ചതിന് ഒരു ചെറുപ്പക്കാരനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അതായത് ആഭ്യന്തരമന്ത്രിയുടെ കീർത്തിക്ക് കളങ്കം ഉണ്ടാക്കുന്ന അഭിപ്രായമാണെന്നും പറഞ്ഞു. അതിനുള്ള പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഒരു പ്രതിയുടെ കൂടെ, അതും ആയുധ കേസിലെ പ്രതിയായ കിഷോർ എന്ന് പറയുന്ന ആളിനോടൊപ്പം നിൽക്കുന്ന, അല്ലെ രമേശ് ചെന്നിത്തല പങ്കെടുത്ത ഒരു പരിപാടിയിൽ ഈ കിഷോർ എന്ന് പറയുന്ന ഈ പ്രതി നിൽക്കുന്ന ഫോട്ടോ കണ്ടിട്ട്, അത് രമേശ് ചെന്നിത്തലയുടെ പോസ്റ്റിൻ്റെ കീഴിലാണെന്ന് തോന്നുന്നു, അത് ഞാൻ പോസ്റ്റ് കണ്ടില്ല, വാർത്ത വായിച്ചതാണ്. ഒരു മുതുകുളം സ്വദേശിയായ, അതായത് രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിൽപ്പെട്ട സ്ഥലം തന്നെയാണ് മുതുകുളം അല്ല, മണ്ണാറശാല സ്വദേശി അനിൽകുമാർ ഒരു കമൻ്റ് ഇട്ടിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലറെ പിടികൂടാൻ കാണിച്ച അതേ ശുഷ്കാന്തി ആയുധ കേസിലെ പ്രതിയായ കിഷോറിനെ പിടികൂടുന്നതിലും പോലീസ് കാണിച്ചാൽ അത് നീതിന്യായ വ്യവസ്ഥയ്ക്ക് കൂടുതൽ കരുത്താകും എന്നായിരുന്നു ആ കമൻ്റ്. ഈ കമൻറ്റിന് എതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത്. അദ്ദേഹം ഈ അനിൽകുമാർ ഈ പ്രതിയെ പിടികൂടാൻ ശുഷ്കാന്തി കാണിക്കണം എന്ന് മാത്രമേ ആവശ്യപ്പെട്ടിരുന്നുള്ളൂ. പക്ഷേ അനിൽകുമാറിനെതിരെ എടുത്ത കേസ് എന്താണ്? ആഭ്യന്തരമന്ത്രിയുടെ പ്രശസ്തിക്ക് ഹാനികരമാണെന്ന് ഉള്ള കാരണം കാണിച്ചുകൊണ്ടാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. ഇതിൽ അദ്ദേഹത്തിൻ്റെ പ്രശസ്തിക്ക് എന്ത് ഹാനിയാണ് ഉണ്ടാക്കുന്നത്? ഒരു പ്രതി, അത് രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാമെന്ന് നമ്മൾക്ക് പറയാൻ കഴിയില്ല. ഒരു പ്രതി എന്ന് വെച്ചാൽ ഒരു ആഭ്യന്തരമന്ത്രിയാണ്, പൊതുപ്രവർത്തകനാണ്, പലതരത്തിലുള്ള ആൾക്കാർ അദ്ദേഹം പങ്കെടുക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തു എന്നിരിക്കും. എല്ലാവരുടെയും ബയോഡേറ്റ നോക്കാൻ ആഭ്യന്തരമന്ത്രിക്കാകട്ടെ മുഖ്യമന്ത്രിക്കാകട്ടെ ഒരു മന്ത്രിക്കും കഴിയുകയില്ല. അത് നമ്മൾക്കറിയാവുന്ന കാര്യമാണ്. ഇതറിയുന്ന ഒരാൾ ഇങ്ങനെ ഒരു പോസ്റ്റ്, ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ അതിനെതിരെ കേസെടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് നീതിന്യായ വ്യവസ്ഥയെ അവഹേളിക്കുന്നതിന് തുല്യമാണ്, അതിനെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. ഈ പോസ്റ്റ്, ഈ കമൻ്റ് കണ്ട ആഭ്യന്തരമന്ത്രി ചെയ്യേണ്ടത് എന്താണ്? ഇതിനകത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഈ കിഷോർ എന്ന ആൾ ഈ ആയുധക്കടത്ത് കേസിലോ അതുപോലുള്ള എന്തെങ്കിലും കേസിൽ പ്രതിയാണോ? ആണെങ്കിൽ തൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ കാരണം എന്താണ്? അതിനേതെങ്കിലും ഈ കോൺഗ്രസ് പ്രവർത്തകരോ നേതാക്കളോ ആണ് അതിന് എന്നുണ്ടെങ്കിൽ അവരോട് വിശദീകരണം ചോദിക്കാം. അതിനു പകരം ഇങ്ങനെ ഒരു കാര്യം അഭിപ്രായപ്പെട്ടതിന്
ആ ചെറുപ്പക്കാരനെതിരെ കേസെടുത്തിരിക്കുന്നു. കേസെടുക്കാൻ ഒരു കാരണം ഉണ്ട് പോലീസുകാർക്ക്. ഈ അനിൽകുമാർ എന്ന് പറയുന്ന ആള് RSS പ്രവർത്തകനാണ്. RSS എന്ന് പറയുന്നത് നിരോധിത സംഘടനയല്ല. ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ചാലകശക്തിയാണ് RSS. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനം ഒരിക്കലും തീവ്രവാദ പ്രസ്ഥാനമാകുകയില്ല. RSS എന്ന് പറയുന്നത് ദേശീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ്. ജനങ്ങളിൽ ദേശീയബോധം വളർത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതിൻ്റെ ഒരു പ്രവർത്തകൻ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ ഉടൻ അതിൻ്റെ മുകളിൽ കേസ്. ഈ കേസെടുത്ത ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രധാനമന്ത്രിയുടെ തലയറക്കും എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ എന്ത് നടപടി എടുത്തു, അയാളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തോ എന്നറിയാൻ കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോ പൗരനും അവകാശമുണ്ട്, ആഗ്രഹവുമുണ്ട്. എന്ത് നടപടിയാണ് രമേശ് ചെന്നിത്തല ഇയാൾക്കെതിരെ സ്വീകരിച്ചിരിക്കുന്നത്? പ്രധാനമന്ത്രി എന്നല്ല ഏതൊരാളിനെയും കൊല്ലും എന്ന് പറഞ്ഞാൽ, വധഭീഷണി മുഴക്കിയാൽ അതിനെതിരെ നടപടി, അപ്പോൾ തന്നെ നടപടി സ്വീകരിക്കാൻ ഭരണാധികാരികൾ ബാധ്യസ്ഥരാണ്. എന്നിരിക്കെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ തന്നെ കഴുത്തറുക്കും, തലയറക്കും എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്ത് പോസ്റ്റ് ഇട്ട ആളിനെക്കുറിച്ച് നടപടിയെടുത്തോ എന്ന് ഒരു വാർത്ത പോലും നമ്മൾ എങ്ങും കണ്ടിട്ടില്ല. നടപടി എടുത്തു എങ്കിൽ അതേക്കുറിച്ചൊരു വാർത്ത പോലും ഇതുവരെ ഒരു മാധ്യമങ്ങളിലും കണ്ടില്ല. അതിനർത്ഥം ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. വേറൊരു വസ്തുത കൂടിയുണ്ട്. നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്തുകൊണ്ട് ഇതിങ്ങനെ വ്യാപകമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിട്ട് കൂടി ഇതേക്കുറിച്ച് പ്രധാനമന്ത്രിക്കെതിരെ വധഭീഷണി മുഴക്കിയ ഈ വ്യക്തിയെക്കുറിച്ചൊരു വാർത്ത ചെയ്യാൻ തയ്യാറാകാതിരുന്നത് എന്നുള്ളതും നമ്മൾ ചിന്തിക്കണം. എത്രമാത്രം ദേശവിരുദ്ധതയാണ് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ വെച്ചു പുലർത്തുന്നത് എന്നതാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാകേണ്ടത്. നമ്മൾ പലതും കണ്ടിട്ടുണ്ട്. ഇതിനെക്കാട്ടി നിസ്സാര കാര്യങ്ങൾ എന്തോ ഉണ്ടെങ്കിലും അതിൻ്റെ വീഡിയോ എടുത്ത് നിരന്തരം ദിവസങ്ങളോളം എടുത്തു വെച്ച് ചർച്ച ചെയ്യുന്ന വാർത്താമാധ്യമങ്ങൾ. എന്നിട്ട് കൂടി ഇങ്ങനെയൊരു ഗുരുതരമായ സംഭവം ഉണ്ടായിട്ട്, വളരെയേറെ ഭീകരമായ സംഭവം ഉണ്ടായിട്ട്, ദേശവിരുദ്ധമായ സംഭവം ഉണ്ടായിട്ട് പ്രധാനമന്ത്രിയെ വധിക്കും എന്ന് ഭീഷണി മുഴക്കിയിട്ട് അതേക്കുറിച്ച് കമ എന്നൊരു അക്ഷരം മിണ്ടാൻ ഒരു വാർത്താമാധ്യമവും തയ്യാറായിട്ടില്ല എന്നത് ചിന്തിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഈ വാർത്താ മേഖലയുടെ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. തികച്ചും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളെ മാത്രം ഉയർത്തി കാണിക്കുന്ന, അവരെ മഹത്വവൽക്കരിക്കുന്ന നടപടികളും നിലപാടുകളുമാണ് വാർത്താമാധ്യമങ്ങൾ സ്വീകരിക്കുന്നത് എന്നത് നമ്മൾക്ക് നിഷേധിക്കാൻ കഴിയുകയില്ല. നമ്മുടെ കേരളം ഭരിക്കുന്നത് ഒരു യഥാർത്ഥ സർക്കാരാണെങ്കിൽ ഈ വ്യക്തിക്കെതിരെ എത്രയും പെട്ടെന്ന് നടപടിയെടുത്ത് ഇയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ഒരു സംശയം ജനങ്ങളിൽ ഉണ്ടാകുന്നത്, ഇതിനു മുമ്പ് 10 വർഷം നമ്മുടെ നമ്മുടെ കേരളം സംസ്ഥാനം ഭരിച്ചത് പിണറായി വിജയനായിരുന്നു. അദ്ദേഹത്തിനെ ആരെങ്കിലും ഒന്ന് വിമർശിച്ചാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് താല്പര്യമുള്ളവരെ ആരെങ്കിലും ഒന്ന് ഇതേപോലെ വിമർശിച്ചാൽ ഉടൻ തന്നെ പിടിച്ചകത്തിടുന്ന സമീപനമായിരുന്നു, സാഹചര്യമായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. അത് നമ്മൾ കണ്ടതാണ്. വീണ ജോർജ് MLA ആദ്യമായി MLA ആയ സമയത്ത് പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ, അതായത് വീണ ജോർജിൻ്റെ മണ്ഡലത്തിലെ ഒരു ബസ് സ്റ്റാൻഡിൽ ചെളിക്കുളമായതിനെ വിമർശിച്ച് ഒരു സൂരജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അത് അംഗവൈകല്യമോ മറ്റോ ഉള്ള ഒരു വ്യക്തിയായിരുന്നു, അപകടത്തിലോ മറ്റോ
വൈകല്യം സംഭവിച്ച് പരിക്ക് പറ്റിയ ഒരു വ്യക്തി ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ച് ഉടനെ ആ ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്ത് 14 ദിവസം തുറുങ്കിലടയ്ക്കുകയാണ് ചെയ്തത്, ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം. അത് പുള്ളി ചെയ്ത തെറ്റെന്താണ്? MLA ഒന്ന് വിമർശിച്ചു. MLAയുടെ മണ്ഡലത്തിലെ ഒരു ദുരിതപൂർണമായ ഒരു സാഹചര്യം, അവസ്ഥ ചൂണ്ടിക്കാണിച്ചു. ഉടനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. അങ്ങനെയുള്ള ആ സാഹചര്യം ജനങ്ങൾ വെറുത്ത് ആ പ്രസ്ഥാനത്തെ, ആ പാർട്ടിയെ, ആ ഭരണത്തെ പുറത്താക്കിയാണ് UDFനെ ഭരണം ഏൽപ്പിച്ചത്. ആ ഭരണമാണിപ്പോൾ, UDFിൻ്റെ ഭരണമാണ് പിണറായിസത്തിലേക്ക് തിരിച്ചു പോയിരിക്കുന്നത്. പിണറായി വിജയനെ മാതൃകയാക്കിക്കൊണ്ട് വിമർശിക്കുന്നവരെ അല്ലെങ്കിൽ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരെ തുറുങ്കിലടയ്ക്കാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ കേരളത്തിലെ സമൂഹം പ്രതികരിക്കണം. ഈ നിയമവാഴ്ച ആഗ്രഹിക്കുന്നവർ, നിയമവാഴ്ചയിൽ വിശ്വസിക്കുന്ന സമൂഹം ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ആഭ്യന്തരമന്ത്രിയെയും സർക്കാരിനെ അറിയിക്കേണ്ടത്. അതല്ല എന്നുണ്ടെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെ മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായാൽ അത് ചൂണ്ടിക്കാണിക്കുന്നവർക്കെല്ലാം ജയിലായിരിക്കും ഈ സർക്കാർ വിധിക്കുക എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ആ വാർത്തയിൽ പറയുന്നത് പോലീസ് ആ ചെറുപ്പക്കാരൻ്റെ അനിൽകുമാറിൻ്റെ ഫോൺ പിടിച്ചെടുത്തു എന്നും പറയുന്നു. അങ്ങനെ ഒരാളുടെ ഫോൺ പിടിച്ചെടുക്കാൻ പോലീസിന് എവിടെയാണ് അധികാരം? അങ്ങനെ ഒരു അധികാരവുമില്ല. ഒരു കേസുണ്ടായാൽ അതിന് വേണ്ടി ഫോൺ പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് പോലീസിന് ഇല്ലാത്ത അധികാരം തന്നെയാണ്. കാരണം അനിൽകുമാർ മന്ത്രിയെ മാത്രമേ വിമർശിച്ചിട്ടുള്ളൂ, അദ്ദേഹം നടപടിയെടുക്കാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൂ. അങ്ങനെയുള്ളപ്പോൾ ഈ അനിൽകുമാറിൻ്റെ ഫോൺ പിടിച്ചെടുക്കാൻ എന്താണ് പോലീസിന് അധികാരമുള്ളത്? അനിൽകുമാർ ഒരു തീവ്രവാദ പ്രവർത്തനം നടത്തിയിട്ടില്ല, കൊലപാതകം നടത്തിയിട്ടില്ല. ഇതേപോലെ ഒരു കുറ്റകൃത്യവും ചെയ്യാത്ത അനിൽകുമാറിൻ്റെ ഫോൺ പിടിച്ചെടുക്കാൻ പോലീസിന് എന്താണ് അധികാരം? അപ്പോൾ കിരാത ഭരണം കേരളത്തിൽ തിരിച്ചു വന്നിരിക്കുന്നു. 10 വർഷത്തിന് ശേഷം നല്ലൊരു ഭരണം പ്രതീക്ഷിച്ച ജനങ്ങളുടെ ആ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് പിണറായി വിജയൻ നടപ്പാക്കിയ കിരാത ഭരണം തന്നെ കേരളത്തിൽ തുടരുകയാണ് എന്ന് തന്നെ വേണം നമ്മൾ സംശയിക്കേണ്ടത്. അതിനുള്ള സാഹചര്യമാണ് ഇപ്പോൾ സർക്കാരും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പോലീസും കേരളത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ കേസെടുത്തത് ആഭ്യന്തരമന്ത്രി അറിയാതെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും രമേശ് ചെന്നിത്തല അതിൽ ഇടപെടുകയും ആ കേസെടുത്തത് ഒഴിവാക്കാനുള്ള നടപടികളുമാണ് സ്വീകരിക്കേണ്ടത്. അങ്ങനെ കേസെടുക്കാൻ പാടില്ല എന്ന് പോലീസിന് നിർദ്ദേശം നൽകുകയാണ് വേണ്ടത്. ഇതുവരെ അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തതായിട്ട് എവിടെയും വായിക്കുകയോ അറിയുകയോ ചെയ്തിട്ടില്ല. എന്നതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് രമേശ് ചെന്നിത്തല അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല എന്ന് തന്നെയാണ്. ഇത് ഒരിക്കലും ഒരു ജനാധിപത്യ ഭരണത്തിൽ അത് ഭൂഷണമല്ല എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെയും ഈ സർക്കാരിനെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഇതിൻ്റെ വളർച്ചയ്ക്കായി നിങ്ങൾ സഹായിക്കുക. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും അമർത്തി ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണോ അതും കമൻറ്റ് ചെയ്യുക.